നോർമലി നമ്മൾക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ വിൻഡോസിലുണ്ട്. അത് ഉപയോഗിച്ചാണ് നമ്മൾ എടുക്കാറ്. പക്ഷേ ഇതേപോലെയുള്ളൊരു വലിയ വെബ് പേജ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സ്നിപ്പിംഗ് ടൂൾ കൊണ്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ സ്നിപ്പിംഗ് ടൂളിൽ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോമിൽ എങ്ങനെയാണ് ഒരു വെബ് പേജ് ഫുള്ളായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നോക്കാം. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഇതറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുക. ഇതിനായിട്ട് നിങ്ങൾ F12 അതല്ലെങ്കിൽ Ctrl+Shift+I പ്രസ് ചെയ്യുക. ക്രോമിൻ്റെ ഡെവലപ്പർ ടൂൾസ് ഓപ്പണായി വന്നത് കാണാം. അവിടെ നിന്ന് നിങ്ങൾ Ctrl+Shift+P പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് മെനു ഓപ്പണായിട്ട് വരും. അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാപ്ചർ ഫുൾ സൈസ് സ്ക്രീൻഷോട്ട് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള മെനു വരും. അതിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇമേജ് കിട്ടും. ആ ഇമേജ് നമ്മളുടെ എൻ്റയർ വെബ് പേജിൻ്റെ ഇമേജ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുക ഡൗൺലോഡ് ചെയ്ത ഇമേജ് തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന്. പക്ഷേ ജസ്റ്റ് സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഹൈ ക്വാളിറ്റി ഇമേജ് തന്നെയായിരിക്കും. ഗൂഗിൾ ക്രോമിൽ ഇങ്ങനെ ഒരു പേജ് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നമ്മൾക്ക് ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ഫയർഫോക്സിൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ പേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന് കൊടുത്താൽ മതി. ദെൻ സേവ് ഫുൾ പേജ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് എന്ന് കൊടുക്കുക. നമുക്ക് ആ ഫുൾ ഇമേജ് നല്ല HD ക്വാളിറ്റിയിൽ തന്നെ കിട്ടും. ഇനി ക്രോമും ഫയർഫോക്സും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന എഡ്ജിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്ക്രീൻഷോട്ട് എന്ന് കൊടുക്കുക, ക്യാപ്ചർ ഫുൾ പേജ് എന്ന് കൊടുക്കുക, അതിനുശേഷം സേവ് ചെയ്യുക. ഈ ഒരു മെത്തേഡിലും നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള HD ക്വാളിറ്റിയിലുള്ള ഇമേജ് കിട്ടും. അപ്പോൾ വീഡിയോ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.